നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗിരീഷ് കർണാടിന്റെ വളരെ പ്രശസ്തമായൊരു നാടകം അഗ്നിയും മഴയും അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇതിന്റെ കുറച്ച് സമ്മറികളും പിന്നെ കുറച്ച് ഡീറ്റെയിൽഡ് നോട്ട്സുമുണ്ട്. അപ്പോൾ എന്താണ് ഈ നാടകത്തിന്റെ ഒരു കാതൽ? 10 വർഷം ഭയങ്കരമായ വരൾച്ച, അത് മാറ്റാൻ വേണ്ടി 7 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം, വലിയൊരു യാഗം. ഇതിൻ്റെയൊക്കെ ഇടയിൽ മനുഷ്യബന്ധങ്ങളിലുണ്ടാകുന്ന ഭയങ്കര കോൺഫ്ലിക്ട്സ്, പ്രതികാരം, സ്നേഹം, ത്യാഗം, അങ്ങനെ പലതും. നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ യാഗത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? എങ്ങനെയാണ് ഈ പേഴ്സണൽ പകയും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കെട്ടുപിടഞ്ഞു കിടക്കുന്നത്? ശരിയാണ്. അപ്പോൾ നാടകത്തിന്റെ തുടക്കം തന്നെ ശരിക്കും പറയാൻ വളരെ ഡ്രമാറ്റിക് ആണല്ലേ? അതെ അതെ. 10 വർഷത്തെ വരൾച്ചയാണ്, രാജ്യം മൊത്തം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തണം. അതിനാണ് 7 വർഷം നീളുന്ന വലിയ യാഗം. അതിന്റെ തലപ്പത്തിരിക്കുന്നത് പരവസു, മുഖ്യപുരോഹിതൻ. അതെ, മുഖ്യപുരോഹിതൻ. പുള്ളി ഭയങ്കര പണ്ഡിതനാണ്, ബുദ്ധിമാനാണ്, പക്ഷെ ഒരു തണുപ്പൻ മട്ടുകാരൻ. അതെ, ഒരുതരം ഡിറ്റാച്ച്ഡ് സ്വഭാവം. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് ഒന്നും അത്ര ബാധിക്കുന്നില്ല. അത് തന്നെ. പക്ഷെ ഈ കഥയെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന എനർജി എന്ന് പറയാവുന്നത് ആളുടെ അനിയൻ അർവുസുവാണ്. ഓക്കെ. ജ്യേഷ്ഠനിൽ നിന്ന് ബിൽക്കുൾ വ്യത്യസ്തൻ. എങ്ങനെ? ഈ യാഗത്തിലോ വേദം പഠിക്കുന്നതിലോ ഇതിലൊന്നും ഒരു തരി പോലും താല്പര്യമില്ല. പുള്ളിക്കിഷ്ടം ഡാൻസ്, പാട്ട്, നാടകം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കലാകാരൻ. അതെ. അതിലും പ്രധാനമായിട്ട് നിട്ടില എന്ന ഒരു താഴ്ന്ന ജാതിയിലെ ഒരു വേട സ്ത്രീയെ പ്രണയിക്കുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമായിരിക്കുമല്ലോ. തീർച്ചയായും. ആ ബ്രാഹ്മണ സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങൾക്ക് വെളിയിലുള്ള ഒരാളാണ് നിട്ടില. ഒരു നിഷ്കളങ്കതയുടെയും സ്നേഹത്തിന്റെയുമൊക്കെ പ്രതീകം. ഒരു സൈഡില് യാഗം, വരൾച്ച, ഈ ബ്രാഹ്മിൺ ലോകം, മറുവശത്ത് അർവസു, നിട്ടില, അവരുടെ പ്രണയം. അതെ. ഇതിനിടയിലേക്ക് എപ്പോഴാണ് ഈ സംഘർഷം വരുന്നത്? യവക്രിയയുടെ വരവോടെയാണോ? കറക്റ്റ്. യവക്രിയുടെ എൻട്രിയോടുകൂടിയാണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ആരാണ് യവക്രി? യവക്രി വന്നത് പരവസുവിന്റെയും അർവസുവിന്റെയും കസിനാണ്. അതായത് ഇവരുടെ അച്ഛൻ റൈഭ്യന്റെ സഹോദരന്റെ മകൻ. ഓക്കെ. 10 വർഷം കാട്ടിൽ പോയി തപസ് ചെയ്തിട്ടാണ് വരവ്. 10 വർഷമോ? എന്തിന്? അസാധാരണമായ ആത്മീയ ശക്തികളൊക്കെ നേടാൻ. പക്ഷേ അതിന്റെ പിന്നിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രതികാരമാണ്. പ്രതികാരമോ? ആരോട്? റൈഭ്യനോട്. വർഷങ്ങൾക്കു മുൻപ് റൈഭ്യൻ തന്റെ അച്ഛനെ അപമാനിച്ചു എന്ന് യവക്രി വിശ്വസിക്കുന്നു. അപ്പോൾ റൈഭ്യനോടും ആ കുടുംബത്തോടും പകരം വീട്ടണം. അതാണ് പ്ലാൻ. എന്നിട്ട് എങ്ങനെയാണ് പകരം വീട്ടുന്നത്? അവിടെയാണ് ഒരു ട്വിസ്റ്റ്. പുള്ളി ടാർഗറ്റ് ചെയ്യുന്നത് പരവസുവിന്റെ ഭാര്യ വിശാഖയെയാണ്. അയ്യോ. വിശാഖയെ വശീകരിക്കുന്നു. ഇവിടെ കർണാട് ഒരു പ്രധാന മാറ്റം വരുത്തുന്നുണ്ട്. മഹാഭാരതത്തിലെ കഥയിൽ യവക്രി വിശാഖയെ ബലാത്സംഗം ചെയ്യുകയാണ്. ആണോ? അതെ. പക്ഷേ കർണാടിന്റെ നാടകത്തിൽ ഇവര് പണ്ട് പ്രണയത്തിലായിരുന്നു. ആര്? യവക്രിയും വിശാഖയും. അതെ. അപ്പൊ ആ ഒരു പഴയ ബന്ധം ഉപയോഗിച്ചാണ് യവക്രി അവളെ വീണ്ടും വശീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇത് വെറും പ്രതികാരം മാത്രമല്ല, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. എക്സാക്ട്ലി. ഒരു പഴയ പ്രണയത്തിന്റെ ഓർമ്മ, നഷ്ടബോധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കഥാപാത്രങ്ങളെ കുറച്ചുകൂടി റിയൽ ആക്കുന്നു. വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. പക്ഷേ ഈ ബന്ധം അധികനാള് രഹസ്യമായിരിക്കില്ലല്ലോ. ഇല്ല. റൈഭ്യൻ, അതായത് പരവസുവിന്റെയും അർവസുവിന്റെയും അച്ഛൻ, ഇത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് റൈഭ്യൻ എങ്ങനെ പ്രതികരിച്ചു? ഭയങ്കര ദേഷ്യമായിരുന്നു റൈഭ്യന്. പക്ഷേ നേരിട്ടെന്ന് കൊല്ലുകയല്ല ചെയ്തത്. പിന്നെയോ? റൈഭ്യന് നല്ല മന്ത്രശക്തിയൊക്കെയുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് ഒരു ബ്രഹ്മരക്ഷസിനെ ഉണ്ടാക്കി. ബ്രഹ്മരക്ഷസോ? അതെന്താണ്? ഒരു ഡീമൺ സോൾ എന്ന് പറയാം. മോക്ഷം കിട്ടാതെ അലയുന്ന ഭയങ്കര ശക്തിയുള്ളൊരാത്മാവ്. അതിനെ യവക്രിയെ കൊല്ലാനായിട്ട് അയച്ചു. എന്നിട്ടോ യവക്രിക്ക് തടുക്കാൻ പറ്റിയില്ലേ? 10 വർഷം തപസ് ചെയ്ത ആളാണെങ്കിലും ഈ ബ്രഹ്മരക്ഷസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. യവക്രി കൊല്ലപ്പെട്ടു. ഭീകരം. അപ്പൊ പ്രതികാരം അവിടെ തീർന്നില്ല, അത് വീണ്ടും. അതെ. ആ ചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നു. യവക്രിയുടെ മരണം അടുത്ത കൊലപാതകത്തിലേക്ക് നയിച്ചു. ആരുടെ? അതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഇത്തവണ കൊലപാതകൻ യാഗം നടത്തുന്ന സാക്ഷാൽ പരവസു തന്നെയാണ്. എന്ത്? പരവസു? അതെ. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരവസു രഹസ്യമായി വീട്ടിലെത്തി. എന്നിട്ട് സ്വന്തം അച്ഛനായ റൈഭ്യനെ കൊന്നു. സ്വന്തം അച്ഛനെയോ?
എന്തിന്? അതിന് പല കാരണങ്ങളുണ്ടാവാം. യവക്രിയെ കൊന്നതിനുള്ള പ്രതികാരമാവാം. ഉം, അല്ലെങ്കിൽ യാഗം കഴിഞ്ഞ് തനിക്ക് കിട്ടാൻ പോകുന്നൊരു പവറുണ്ടല്ലോ, അതിന് തടസ്സമാവുന്ന അച്ഛനെ ഒഴിവാക്കിയതാവാം. കാരണം രൈഭ്യനും വലിയ പണ്ഡിതനാണ്. ശരിയാണ്. അല്ലെങ്കിൽ വിശാഖയുടെ പ്രേരണ വല്ലതും? അതും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള നോട്ട്സിൽ പറയുന്നത് ഇതൊരു ആക്സിഡന്റ് അല്ല, മനഃപൂർവ്വമുള്ള കൊലപാതകം തന്നെയാണെന്നാണ്. 7 വർഷം യാഗം നടത്തുന്ന ഒരാൾ സ്വന്തം അച്ഛനെ കൊല്ലുക, അത് അയാളുടെ ഒരു മോറൽ ഡീഗ്രഡേഷൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായും. അതിലും ക്രൂരമായ ഒരു കാര്യം പരവസു പിന്നെ ചെയ്യുന്നുണ്ട്. എന്താണത്? ഈ കൊലപാതകം അത് ചെയ്തത് സ്വന്തം അനിയൻ അർവസുവാണ് എന്ന് വരുത്തി തീർക്കുന്നു. കഷ്ടം, പാവം അർവസു. പിതൃഘാതകൻ എന്ന് മുദ്രകുത്തി ആൾക്കാരെ കൊണ്ടവനെ തല്ലിച്ചതച്ച് യാഗസ്ഥലത്ത് നിന്ന് പുറത്താക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ചേട്ടൻ തന്നെ. അതെ, അർവസുവിന്റെ ലോകം അതോടെ തകരുകയാണ്. അച്ഛൻ മരിച്ചു, അമ്മയെപ്പോലെ കണ്ട ചേട്ടൻ ചതിച്ചു, സമൂഹം ഒറ്റപ്പെടുത്തി, തല്ലിച്ചതച്ചു. ആ സമയത്ത് അവനെ ആര് സഹായിച്ചു? അവിടെയാണ് നിട്ടിലയുടെ റോൾ വരുന്നത്. പിന്നെ അപ്രതീക്ഷിതമായി അവിടെ എത്തുന്ന ഒരു നാടോടി നാടക സംഘത്തിന്റെ മാനേജറും. ഓഹോ. അവരാണ് അവനെ കണ്ടെത്തുന്നത്, രക്ഷിക്കുന്നത്, നോക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു സഹായം വരും. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവങ്ങളുണ്ടാവാം. ഈ സഹായം അർവസുവിന് ഒരു പുതിയ തുടക്കം നൽകി. അവൻ ആ നാടകസംഘത്തിന്റെ കൂടെ കൂടി. നാടകമോ? യാഗസ്ഥലത്ത് നാടകം കളിക്കാൻ സമ്മതിക്കുമോ? യാഗത്തോടനുബന്ധിച്ച് ഒരു നാടകം അവതരിപ്പിക്കാൻ അവർക്ക് അനുമതി കിട്ടിയിരുന്നു. ആ നാടകത്തിൽ അഭിനയിക്കാൻ അർവസുവിന് ഒരവസരം കിട്ടി. എന്ത് വേഷമാണ് കിട്ടിയത്? വൃത്രൻ എന്നൊരു രാക്ഷസന്റെ വേഷം. വൃത്രൻ. ഓക്കെ. ആ നാടകം, അതായത് പ്രധാന നാടകത്തിനുള്ളിലെ ആ നാടകം ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ദ്രന്റെ വിജയം എന്നാണ് അതിന്റെ പേര്. ദ ട്രയംഫ് ഓഫ് ഇന്ദ്ര. ഇതിവൃത്തം എന്താണ്? ദേവരാജാവായ ഇന്ദ്രൻ സ്വന്തം സഹോദരനും വലിയ പണ്ഡിതനുമായ വിശ്വരൂപനെ ചതിയിലൂടെ കൊല്ലുന്നതാണ് കഥ. ഓ, അപ്പോ ഈ മെയിൻ സ്റ്റോറിയിലെ ചതി, സഹോദരങ്ങളെ തമ്മിലുള്ള പ്രശ്നം, അതൊക്കെ ഈ നാടകത്തിലുണ്ട്. അത് തന്നെ. യവക്രി, റൈഭ്യൻ, പരവസു, അർവസു ഇവരുടെ ഇടയിലെ വിശ്വാസവഞ്ചനയുടെ ഒരു മിറർ ഇമേജ് പോലെ. കർണാടിന്റെ ഒരു ബ്രില്യൻസ് ആണത്. തീർച്ചയായും. മനുഷ്യരുടെ ലോകത്തിലെ ചതിയും വഞ്ചനയും ഒന്നും ഒറ്റപ്പെട്ടതല്ല, അത് ദൈവങ്ങളുടെ കഥകളിൽ പോലുമുണ്ട് എന്ന് കാണിക്കുകയാണ്. ഒരു യൂണിവേഴ്സൽ തീമാണത്. ഋഗ്വേദത്തിലെ ഇന്ദ്രവൃത്ര കഥയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അതെ, കർണാട് വളരെ സമർത്ഥമായി ആ മിത്തിനെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പുരാണത്തിലെ ട്രാജഡിയും മനുഷ്യരുടെ ജീവിതത്തിലെ ട്രാജഡിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ നാടകം അഭിനയിക്കുന്നതിനിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. അർവസു ആ വൃത്രന്റെ വേഷത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു പോയിന്റിൽ അവന് കൺട്രോള് പോകുന്നു. അവന്റെ ഉള്ളിലെ ദേഷ്യം, ചതിക്കപ്പെട്ടതിന്റെ വേദന, അതെല്ലാം കൂടി പുറത്തുവരുന്നു. അവൻ ആ യാഗശാല കത്തിക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വലിയൊരു ബഹളമൊക്കെ ഉണ്ടാകുന്നു. ഈ ബഹളങ്ങൾക്കിടയിലാണോ നിട്ടിലേക്ക് ആപത്ത് സംഭവിക്കുന്നത്? അതെ, കഥയിലെ ഏറ്റവും വലിയ ട്രാജഡികളിലൊന്ന് അവിടെയാണ് നടക്കുന്നത്. അർവസുവിനെ സ്നേഹിച്ചതിന്, അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം ഗോത്രത്തെ ഉപേക്ഷിച്ച നിട്ടില അവളെ തേടി വന്ന അവളുടെ ആൾക്കാർ കണ്ടെത്തുന്നു. എന്നിട്ട് ഗോത്രത്തിന്റെ നിയമം തെറ്റിച്ചതിന് ശിക്ഷയായി അവളുടെ സഹോദരനും മുൻ ഭർത്താവും ചേർന്ന് അവളെ കഴുത്തറുത്തു കൊല്ലുന്നു. ഭീകരം. ശരിക്കും ഈ നാടകത്തിലെ പ്രതികാരത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഇര നിട്ടിലയാണ്. അവളൊരു ഇന്നസെന്റ് ആയിരുന്നു. ഈ നാടകത്തിൽ ഒരു മോറൽ സെന്റർ പോലെയായിരുന്നു നിട്ടില എന്ന് പറയാമല്ലേ? നിസ്വാർത്ഥ സ്നേഹം, പ്രാക്ടിക്കൽ ബുദ്ധി. അതെ, ആ ബ്രാഹ്മണരുടെ കാപട്യത്തിൽ നിന്നൊക്കെ മാറി നിന്നൊരാള്. അവളുടെ മരണം കഥയ്ക്ക് വല്ലാത്തൊരു ഇരുണ്ട നിറം നൽകുന്നുണ്ട്. നിട്ടിലയുടെ മരണത്തിനും ആ നാടകത്തിലെ സംഭവങ്ങൾക്കും ശേഷം കഥ ക്ലൈമാക്സിലേക്ക് എത്തുകയാണല്ലേ? അവസാനം 7 വർഷത്തെ യാഗം കഴിയാറാവുന്നു. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. യാഗത്തിൽ പ്രസാദിച്ചിട്ട്? അതെ. എന്നിട്ട് അർവസുവിനൊരു വരം കൊടുക്കാൻ തയ്യാറാവുന്നു. ഓക്കെ, ഇതാണ് ശരിക്കും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അതെ, കാരണം അർവസുവിന്റെ മുന്നിലുള്ള ചോയ്സ് അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. എന്തൊക്കെയാണ് ഓപ്ഷനുകൾ? ഒന്ന്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറ്റിലയെ, ഒരുപക്ഷേ ഈ കൊല്ലപ്പെട്ട മറ്റുള്ളവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടാം. അതാണല്ലോ സ്വാഭാവികമായും ആഗ്രഹിക്കുക. അതേസമയം മറ്റൊരാൾ അവിടെ അർവസുവിനോട് സഹായം ചോദിക്കുന്നുണ്ട്. ആരാണത്?
ആ ബ്രഹ്മരക്ഷസ്, യവക്രിയെ കൊന്ന ആ ആത്മാവ് അതവിടെ ഉണ്ടോ? ഉണ്ട്. റൈബ്യന്റെ കോപത്തിൽ നിന്നുണ്ടായ യവക്രിയയുടെ കൊലപാതകത്തിൽ പങ്കാളിയായതുകൊണ്ട് ശാപം കിട്ടി മോക്ഷമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആത്മാവ്. അത് അർവസുവിനോട് കെഞ്ചുകയാണ് തനിക്ക് മോക്ഷം തരണമെന്ന്. അപ്പോ സ്വന്തം പ്രണയമാണോ വലുത്, അതോ കഷ്ടപ്പെടുന്നൊരാത്മാവിനോടുള്ള കരുണയാണോ വലുത്? വല്ലാത്തൊരു ധർമ്മസങ്കടം തന്നെ. ആ ബ്രഹ്മരക്ഷസ് വെറുമൊരു ആത്മാവ് മാത്രമല്ല, അത് ഈ പ്രതികാരത്തിന്റെ എല്ലാം ഒരു സിമ്പല് കൂടിയാണ്. റൈബ്യന്റെ കോപം, യവഗ്രിയുടെ കൊലപാതകം, ശാപം, ആ ഒരു സൈക്കിൾ ഓഫ് വയലൻസിന്റെ പ്രോഡക്റ്റാണ്. അതിന്റെ മോചനമെന്ന് പറയുന്നത് ആ പ്രതികാരത്തിന്റെ ചക്രം ബ്രേക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. അവസാനം അർവസു എന്ത് തീരുമാനിച്ചു? അർവസു അവൻ കാരുണ്യം തെരഞ്ഞെടുത്തു. തന്റെ പേഴ്സണൽ ലോസ് സഹിക്കാൻ തയ്യാറായി. ആ ബ്രഹ്മരക്ഷസിന് മോക്ഷം നൽകാൻ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. അവിശ്വസനീയം. ഈയൊരു പ്രവൃത്തി, അതാണ് ശരിക്കും നാടകത്തിന്റെ ടേണിംഗ് പോയിന്റ്. ഈ നിസ്വാർത്ഥമായൊരു ആക്ട് തലമുറകളായി തുടർന്നുപോന്ന ആ പ്രതികാരത്തിന്റെ ചങ്ങല പൊട്ടിക്കുന്നു. അപ്പോ 7 വർഷം നീണ്ട യാഗമല്ല. അല്ല, പണ്ഡിതന്മാർ നടത്തിയ ആചാരപരമായ യാഗത്തിനല്ല, എല്ലാരും ഒരു വിഡ്ഢിയും കരുതിയ, പക്ഷേ ഹൃദയത്തിൽ നന്മയും കാരുണ്യവുമുള്ള ഒരു സാധാരണക്കാരന്റെ ത്യാഗത്തിനാണ് അവസാനം ഫലമുണ്ടായത്. ദൈവം പ്രസാദിച്ചത് അതിലാണ്. എന്താണ് യഥാർത്ഥ ത്യാഗം എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. തീർച്ചയായും. അത് വെറും റിച്വലാണോ, അതോ സെൽഫ്ലെസ്സായ കരുളയിൽ നിന്നുള്ള ഒരു പ്രവൃത്തിയാണോ? ഈ ത്യാഗത്തിന്റെ ഫലമായിട്ടാണോ മഴ പെയ്യുന്നത്? അതേ, 10 വർഷത്തിനു ശേഷം ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുന്നു. വരൾച്ച അവസാനിക്കുന്നു. നാടിന് രക്ഷയായി. പക്ഷേ അർവസുവിന് നഷ്ടമാണ്. ആ മഴയത്ത് അവൻ സ്നേഹിച്ച നിട്ടിലയുടെ ജീവനില്ലാത്ത ശരീരവുമായി അവൻ തനിച്ചാവുകയാണ്. ലോകത്തിന് മഴ കിട്ടി, പക്ഷേ അവന്റെ ലോകം നഷ്ടമായി. ശരിക്കും ഒരു ട്രാജിക് എൻഡിംഗ് ആണ് അർവസുവിന്റെ കാര്യത്തിൽ. അതെ. അപ്പോ ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട തീംസ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, ത്യാഗം. പല തരത്തിലുള്ള ത്യാഗങ്ങളുണ്ട്. യാഗം ഒരു ത്യാഗമാണ്. യവക്രിയുടെ തപസ്സും ഒരു തരം ത്യാഗമാണ്. അതെ. പക്ഷെ ഒന്ന് ആചാരപരം, ഒരുപക്ഷേ പൊള്ളായത്. മറ്റേത് സ്വാർത്ഥമായ ലക്ഷ്യത്തോടെയുള്ളത്. അവസാനം അർവസു ചെയ്തതാണ് നിസ്വാർത്ഥമായ കാരുണ്യപരമായ ത്യാഗം. പിന്നെ വിശ്വാസവഞ്ചന, പ്രതികാരം, ഇതൊക്കെ തുടക്കം മുതലേ ഉണ്ടല്ലോ. പിന്നെ നീതി, പ്രായശ്ചിത്തം, റിഡംഷൻ, പിന്നെ ഈ പുരോഹിതന്മാരുടെ ആചാരങ്ങളുടെയൊക്കെ ഒരു കാപ്പഡ്യം. അതിനെതിരെ നിൽക്കുന്ന ഒരു ശുദ്ധമായ മനുഷ്യത്വം. അതെ. പിന്നെ ദർശനം, അല്ലെങ്കിൽ പെർസെപ്ഷൻ, യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ആ നാടകത്തിനുള്ളിലെ നാടകമൊക്കെ അതിന്റെ ഭാഗമാണ്. ഒരേ സമയം പല ലെയറുകൾ കാണിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനം, അർവസുവിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വിഡ്ഢിയിൽ നിന്ന് ഒരു ജ്ഞാനിയിലേക്ക്, ഒരു വലിയ മനുഷ്യനിലേക്കുള്ള യാത്ര. ഒരു ആന്റി ഹീറോ എന്ന് പറയാവുന്ന ഒരാളിൽ നിന്ന്. അതെ. ആ ഒരു യാത്രയാണ് ഈ നാടകത്തെ ഇത്ര ഹൃദയസ്പർശിയാക്കുന്നത്. ഈ കർക്കശമായ നിയമങ്ങളും പ്രതികാരത്തിന്റെ ഭാരവുമൊക്കെയുള്ള ഒരു ലോകത്ത് വ്യക്തിപരമായ നന്മയ്ക്കും കാരുണ്യത്തിനും സ്ഥാനമുണ്ടോ, അതിനു ജയിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ നാടകം ചോദിക്കുന്നത്. വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിന് സാധിക്കും എന്ന് നാടകം പറയുന്നുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ടേക്ക് അവേ എന്താണ്? നമ്മൾ പലതരം ത്യാഗങ്ങൾ കണ്ടു. പൊള്ളായത്, സ്വാർത്ഥമായത്, നിസ്വാർത്ഥമായത്. അവസാനം ഫലം കിട്ടിയത് ആ നിസ്വാർത്ഥമായ കാരുണ്യത്തിനാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ത്യാഗം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് തരം ത്യാഗത്തിനാണ് വിലയുള്ളത്? ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണല്ലേ? തീർച്ചയായും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ത്യാഗം ചെയ്യുന്നത്? വ്യക്തിപരമായ ലാഭത്തിനോ, അതോ മറ്റുള്ളവരോടുള്ള ഒരു എമ്പതിയുടെ പുറത്തോ? പിന്നെ നാടകം അവസാനിക്കുന്നത് മഴയോടെയാണ്. സമൂഹത്തിന് നന്മയുണ്ടായി, പക്ഷേ പ്രധാന കഥാപാത്രത്തിന് വലിയ നഷ്ടവും സംഭവിച്ചു. അതെ. സാമൂഹികമായൊരു നന്മയും വ്യക്തിപരമായ സന്തോഷവും എപ്പോഴും ഒരുമിച്ച് പോകണമല്ല എന്നൊരു സൂചനയുണ്ടോ അവിടെ? അതൊരു ചിന്തയാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ പേഴ്സണലായിട്ടുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം, അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? ഒരു ചോദ്യമാണ്. അതെ. ഒരുപക്ഷേ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സ്വന്തമായി ആലോചിക്കാവുന്നതാണ്. ഈ ഒരു ചിന്തയോടെ നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം ഇവിടെ നിർത്തുകയാണ്.